അടുത്തതായി ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ അവസാനം പറയുന്ന ഒരു ഭാഗമാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയ്ക്ക് 5 ഭാഗങ്ങളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 പാർട്സ്. ഒന്നാമത്തത് മോൺസ് പ്യൂബിസ്. രണ്ടാമത്തത് ലേബിയ മെജോറ. മൂന്നാമത്തത് ലേബിയ മൈനോറ. നാലാമത്തത് ഹൈമൻ. അഞ്ചാമത്തത് ക്ലിറ്റോറിസ്. ഈ 5 ഭാഗങ്ങളാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലുള്ളത്. ആദ്യത്തെ നോക്കാം, മോൺസ് പ്യൂബിസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാറ്റി ടിഷ്യൂ ആണ്. ഒരുപാട് ഫാറ്റുള്ള ഒരു ടിഷ്യൂ ആണ്. ആ ഫാറ്റി ടിഷ്യൂ എന്ന് തന്നെ കവർ ചെയ്തേക്കുന്നത് ഒരു സ്കിന്ന്. സോ സ്കിന്നും പ്യൂബിക് ഹെയറുമാണ് നമുക്ക് മോൺസ് പ്യൂബിസിൽ കാണാൻ പറ്റുക. സോ മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ടിഷ്യൂ കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. ആ പാർട്ട് റീപ്രൊഡക്റ്റീവ് അങ്ങനത്തെ ജെനിറ്റൽ ഏരിയയിലുള്ള ഹെയറിനെ വിളിക്കുന്ന പേരാണ് പ്യൂബിക്. ഹെയറുകളൊക്കെ പ്യൂബിക് എന്ന് പറയും, പ്യൂബിക് ഹെയർ എന്ന് പറയും. സോ സ്കിന്നും പ്യൂബിക് ഹെയറുള്ള ഒരു ഫാറ്റി ടിഷ്യൂ ആണ് മോൺസ് പ്യൂബിസ്. അടുത്തത് ലേബിയ മെജോറ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ മോൺസ് പ്യൂബിസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ലേബിയ മെജോറ. പക്ഷെ അതെങ്ങനെയാണ് എക്സ്റ്റെൻഡ്? ഫ്ലഷി ഫോൾഡ്. ആ ടിഷ്യൂവിൻ്റെ ഫാറ്റി ടിഷ്യൂവിൻ്റെ ഫ്ലഷി ഫോൾഡുകളാണ് ലേബിയ മെജോറ. സോ ഫ്ലഷി ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ, മോൺസ് പ്യൂബിസിൻ്റെ ഫ്ലഷി ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ എക്സ്റ്റെൻഡ്സ് ഫ്രം മോൺസ് പ്യൂബിസ് ആൻഡ് നമ്മുടെ വെജൈനയുടെ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്ത് വരെ ഈ ലേബിയ മെജോറ നിൽക്കും. സോ ഇതിൻ്റെ പ്രത്യേകത മോൺസ് പ്യൂബിസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്ലഷി ഫോൾഡിൻ്റെ ഒരു ടിഷ്യൂ ആണ്, എന്നിട്ടത് വെജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്ത് നിൽക്കും. അത്രയാണ് ലേബിയ മെജോറ. എക്സ്റ്റെൻഡ്സ് ഫ്രം മോൺസ് പ്യൂബിസ് ആൻഡ് സറൗണ്ട് വെജൈനൽ ഓപ്പണിംഗ്. മൂന്നാമത്തതാണ് ലേബിയ മൈനോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ, ഇതിൻ്റെ താഴെ കാണുന്നതാണ് ലേബിയ മൈനോറ. സോ പെയർഡ് ഓഫ് ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ അണ്ടർ ലേബിയ മെജോറയുടെ താഴെ കാണുന്ന വേറൊരു ചെറിയ ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ് ലേബിയ മൈനോറ. സോ ഇതും ഫോൾഡാണ്, ഇത് വലിയ ഫോൾഡ്, അതിൻ്റെ താഴെ കാണുന്ന ഫോൾഡാണ് ലേബിയ മൈനോറ. അടുത്ത ഭാഗമാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ഹൈമൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു ഭാഗം. സോ ഹൈമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജൈനയുടെ ഓപ്പണിങ് സാധാരണയായിട്ട് ഒരു മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ട്. സോ നോർമലി ഓപ്പണിംഗ് ഓഫ് വെജൈന ഈസ് ഓഫൺ കവേർഡ് പാർഷ്യലി ബൈ എ മെംബ്രെയിൻ. കംപ്ലീറ്റ് അല്ല, പാർഷ്യൽ ഒരു മെംബ്രെയിൻ വെച്ചിട്ടാണ് വെജൈനയുടെ ഓപ്പണിംഗ് കവർ ചെയ്തേക്കണത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈമൻ. സോ വെജൈനൽ ഓപ്പണിംഗ് പാർഷ്യലി കവർ ചെയ്ത മെംബ്രെയിനാണ് ഹൈമൻ. സാധാരണയായിട്ട് ഈ ഹൈമനെ നമ്മൾ പറയുന്നത്, സാധാരണ അത് ബ്രോക്കൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ടോൺ ആവുന്നത്, മുറിയുന്നത് എങ്ങനെയാണ്? ഡ്യൂറിങ് ഫസ്റ്റ് കോയിറ്റസ് അഥവാ ഇൻഡർകോഴ്സ്. ആദ്യത്തെ ഇൻഡർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസിലൂടെയാണ് ഈ ഹൈമൻ നോർമലി ടോൺ എന്ന് നമ്മൾ പറയപ്പെടുന്നു. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ഇൻഡർകോഴ്സിലൂടെ അല്ലെങ്കിൽ കോയിറ്റസിലൂടെ തന്നെ ഈ ഹൈമൻ ബ്രോക്കൺ ആവണമെന്ന് നിർബന്ധമില്ല. ഇത് വേറെ ചില മാർഗങ്ങളിലൂടെയും ഇത് ബ്രോക്കൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കിയേ. ഓൾസോ ബ്രോക്കൺ ബൈ സഡൻ ഫോൾ. പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ടൊരു വീഴ്ച വീഴുകയാണെങ്കിൽ ഇത് മേ ബി ഹൈമൻ ബ്രോക്കൺ ആവാം. അതുപോലെ ജോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷേക്ക്, സഡൻ ആയിട്ടൊരു പുഷ് അല്ലെങ്കിൽ ഷേക്ക് വരുന്നതിനാണ് നമ്മൾ ജോൾട്ട് എന്ന് പറയുക. സോ പെട്ടെന്ന് വീഴുക അല്ലെങ്കിൽ പെട്ടെന്നൊരു ഷോക്കായിട്ട് നമ്മളങ്ങനെ ഒരു ഷോക്ക് വരിക അല്ലെങ്കിൽ ഒരു പുഷ് ചെയ്തിട്ട് വീഴുക, അതൊക്കെയാണ് സഡൻ ഫോൾ ഓർ ജോൾട്ട്. അങ്ങനെ വന്നാലും ഈ ഹൈമൻ ബ്രോക്കൺ ആവാം. അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് വെജൈനൽ ടാമ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ യൂസ് ചെയ്യുന്ന ഒരു ഹൈജീൻ പ്രോഡക്റ്റാണ്. മെൻസ്ട്രൽ സൈക്കിൾ വരുമ്പോൾ ആ മെൻസ്ട്രൽ ബ്ലഡിനെ അല്ലെങ്കിൽ ആ ഫ്ലോനെ അബ്സോർബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് വെജൈനൽ ടാമ്പൻ. സോ ഫീമെയിൽസ് മെൻസ്ട്രൽ ബ്ലഡ് അല്ലെങ്കിൽ സൈക്കിളിൽ വരും, അത് സമയത്ത് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് വെജൈനയിലാണ് അത് ഇൻസേർട്ട് ചെയ്യണത്. അതാണ് വെജൈനൽ ടാമ്പൻ. സോ മേ ബി വെജൈനൽ ടാമ്പനിൽ ഈ വെജൈനൽ ടാമ്പൻ വെജൈനൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഹൈമൻ ബ്രോക്കൺ ആവാം. അങ്ങനെയും ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, നമ്മൾ കുറച്ചുകൂടി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്പോർട്സിലൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹോഴ്സ് ബാക്ക് റൈഡിങ്, കുതിര സവാരി, അല്ലെങ്കിൽ നല്ല വിഗറസ് ആയിട്ടുള്ള സൈക്ലിംഗ്,
സോ സൈക്ലിംഗ് അല്ലെങ്കിൽ ഹോഴ്സ് ബാക്ക് റൈഡിങ് പോലെ ഹൈലി ആക്റ്റീവായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് ലൈക്ക് സ്പോർട്സിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആവുകയാണെങ്കിൽ അപ്പോഴും ഹൈമൻ ബ്രോക്കൺ ആവാം. അപ്പോൾ ഹൈമൻ ബ്രോക്കൺ ആവണത് ഇങ്ങനെ തന്നെയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞ ഫോൾ, ജേർഡ് അല്ലെങ്കിൽ വെജൈനൽ ടാമ്പൻ്റെ ഇൻസേർഷൻ മൂലം അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോ സ്പോർട്സിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഹൈമൻ ബ്രോക്കൺ ആവാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറൊരു കണ്ടീഷൻ പറയുകയാണ്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കോയിറ്റസ് ഇൻ്റർകോഴ്സിലാണ് എന്ന് പറയപ്പെടുന്നു ഓഫൺ ടോണായിട്ട്. ബട്ട് ചില സമയത്ത് ഈ ഹൈമൻ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും ഈവൺ ആഫ്റ്റർ കോയിറ്റസ്. കോയിറ്റസ് കഴിഞ്ഞാലും ചില ആളുകളിൽ, ചില സ്ത്രീകളിൽ ഈ കോയിറ്റസ് കഴിഞ്ഞാലും ഹൈമൻ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ആവും, ടോൺ ആവില്ല, ബ്രോക്കൺ ആവില്ല. അങ്ങനെയും സംഭവിക്കാറുണ്ട്. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ. ഹൈമൻ ഉള്ളതോ ഇല്ലാത്തതോ ഒരിക്കലും എന്തല്ല, നോട്ട് എ റിലയബിൾ ഫാക്ടർ, ഒരു റിലയബിൾ ഫാക്ടർ അല്ല. എന്തിന്? ഓഫ് വെർജിനിറ്റി അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വെർജിൻ ആണോ അല്ലേ എന്നുള്ളതിന് ഒരു ഫാക്ടറേ അല്ല. വാട്ട് ഹൈമൻ ഉണ്ടോ ഇല്ലെന്ന്. ഹൈമൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കതൊരു വെർജിനിറ്റിയുടെ ഒരു ഭാഗമാണ്. ഹൈമൻ ഇല്ലെങ്കിൽ വെർജിൻ അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഹൈമൻ വേറെ അതർ ആക്ടിവിറ്റീസിലൂടെയും ബ്രോക്കൺ ആവാം. സോ ഒരുപാട് വലിയൊരു മിത്താണ്, നമ്മുടെ ഒരു മിസ്കൺസെപ്ഷനാണ്, തെറ്റായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നതാണ് ഈ ഹൈമൻ ബ്രോക്കൺ ആയിക്കഴിഞ്ഞാൽ അത് വെർജിൻ അല്ല, ആ വുമൺ വെർജിൻ അല്ല എന്നൊരു ഇത്. ഒരിക്കലുമല്ല, അതല്ലാത്ത രീതിയിലും അത് ബ്രോക്കൺ ആവാനുള്ള സാധ്യത. സോ അതുകൊണ്ടാണ് ഹൈമൻ ഒരു റിലയബിൾ ഫാക്ടറേ അല്ല. ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വെർജിനാണ് എന്നുള്ളതിൻ്റെ ഒരു റിലയബിൾ ഫാക്ടറേ അല്ല ഹൈമൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അത് അതിനെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല. അടുത്ത ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ഭാഗമാണ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസർച്ചൊക്കെ നടത്തി കണ്ടുപിടിച്ചുള്ള ഒരു റീജിയൻ എന്നാണ് പറയപ്പെടുന്നത്. ക്ലിറ്റോറിസ് പറഞ്ഞാൽ ഒരു ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്, ഒരു ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്. എവിടെയാണ് അതിൻ്റെ പൊസിഷൻ? ലൈസ് അറ്റ് അപ്പർ ജംഗ്ഷൻ ഓഫ് 2 ലേബിയ മൈനോറ. ലേബിയ മൈനോറ ഫോൾഡ്സ് ഓഫ് ടിഷ്യൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അപ്പർ ജംഗ്ഷൻ 2 ലേബിയ മൈനോറിന്, ഫോൾഡുകളാണല്ലോ, 2 ലേബിയ മൈനോറിൻ്റെ അപ്പർ ജംഗ്ഷനിലും അതുപോലെ യുറീത്രൽ ഓപ്പണിങ്ങിൻ്റെ മേലെയുമായിട്ടുള്ള ആ പൊസിഷനിൽ കാണുന്ന സംഭവമാണ് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ക്ലിറ്റോറിസ്. സോ ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാൽ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്. അത് 2 ലേബിയ മൈനോറിൻ്റെ മേലെയായിട്ട് അപ്പർ ജംഗ്ഷനിലായിട്ട്, 2 ലേബിയ മൈനോറുടെ അപ്പർ ജംഗ്ഷനിലും യുറീത്രൽ ഓപ്പണിങ്ങിൻ്റെ മേലെയുമായിട്ട് എബവ് ആയിട്ടും കാണപ്പെടുന്ന ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ് എന്ത്? ക്ലിറ്റോറിസ്. ഇത്രയുമാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലെ പാർട്സുകൾ.